ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഗമണ്ണിലാണ്. അപ്പോൾ വാഗമണ്ണിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും സാധാരണ രീതിയിൽ വാഗമണ്ണ് സെൻട്രലിലാണ് നമ്മൾ റൂമും കാര്യങ്ങളും അന്വേഷിക്കാറ്. എന്നാൽ അപ്പോൾ അതിന് വിപരീതമായിട്ട് നമ്മൾ ഇപ്രാവശ്യം വാഗമണ്ണ് കഴിഞ്ഞൊരു 12 കിലോമീറ്റർ അപ്പുറം ബെൽഫാംസിൻ്റെ ഒരു പുതിയൊരു റിസോർട്ടാണ്. വാഗമണ്ണിന് ഏകദേശം 12 കിലോമീറ്റർ അപ്പുറത്ത് കുംഭകാനം എന്നൊരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ബെൽഫാംസിൻ്റെ ഒരു അടിപൊളി റിസോർട്ട് ഇപ്പോൾ ജസ്റ്റ് പണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാഗമണ്ണിൽ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് റീസണബിൾ റേറ്റിന് താമസിക്കാൻ പറ്റിയൊരു അടിപൊളി പ്ലേസും കൂടിയാണിത്. നമ്മൾ ഈ റിസോർട്ടിലേക്ക് വരുന്ന ഒരു വഴി കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചുറ്റും തേയിലത്തോട്ടമാണ്. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ റിസോർട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് എടുക്കാനാണെങ്കിലും വീഡിയോസ് എടുക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് സ്വസ്ഥതയോട് കൂടിയിട്ട് തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു വ്യൂവും കാര്യങ്ങളുള്ള ഒരു സ്പോട്ടും കൂടിയാണ് കേട്ടോ നമ്മൾ വരുന്ന വഴി. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോട്ടേജ് പോലൊരു സെറ്റപ്പാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ പിന്നെ ചെറിയ ചെറിയ കോട്ടേജുകളാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ ഒത്തിരി പേർക്ക് താമസിക്കാനായിട്ടുള്ള ഒരു കോട്ടേജിൻ്റെ ഒരു സ്പേസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതുപോലെ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ വലിയ വാഹനങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതിനുള്ള പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു അടിപൊളി റിസോർട്ടാണെന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സൗകര്യം കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാനുള്ള സൗകര്യം ഇവർ അറേഞ്ചും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സൗകര്യം കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ ഉൾവശം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഉള്ളിലത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു റിസോർട്ടും കൂടിയാണ് കേട്ടത്. അത് കാരണം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമുകളെല്ലാതും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഹാളിൻ്റെ ഉൾവശമാണ്. അവിടെ നമുക്ക് അത്യാവശ്യം 4 പേർക്ക് കിടക്കാവുന്ന രീതിയിൽ ബെഡും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ബെഡ്റൂം, മനോഹരമായ ഒരു ബെഡ്റൂം, അത്യാവശ്യം കിങ് സൈസ് ബെഡും കാര്യങ്ങളൊക്കെ നമ്മുടെ റൂമിൽ കിടക്കുന്നുണ്ട്. അതുപോലെ ഒരു 3-4 പേർക്കൊക്കെ സുഖമായിട്ട് കിടക്കാം. അതുപോലെ ബാൽക്കണി വ്യൂ എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ പ്യൂളും കാര്യങ്ങളും അപ്പുറത്തുള്ള ഒരു മൗണ്ടനാണ് നമുക്ക് വ്യൂ ആയിട്ട് കാണുന്നത്. അത്രയ്ക്ക് നല്ലൊരു വ്യൂവും കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ റൂമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു അടിപൊളി വുഡ് കൊണ്ട് നല്ല സെറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു റൂമും, അതുപോലെ സൈഡൊക്കെ ഗ്ലാസ്സൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയിൽ നമുക്ക് അവിടുത്തെ ഭംഗിയും കാര്യങ്ങളും ആസ്വദിക്കാം. അതുപോലെ ബാത്റൂമൊക്കെ ആണെങ്കിലും നമുക്കറിയാലോ പുതിയ റിസോർട്ട് ആയതുകൊണ്ട് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനിങ് കൂടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളമാണെങ്കിലും എല്ലാതും കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് ഏത് ചേഞ്ച് ആണെങ്കിലും നമുക്ക് ടെൻഷനൊന്നും വേണ്ട. ഇപ്പോൾ തണുവാണെങ്കിലും ചൂടാണെങ്കിലും ഒന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു സെറ്റപ്പാണ്. അതുപോലെ ബാൽക്കണി വ്യൂ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമുക്ക് നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. സൺസെറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കോടേരയുള്ള ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാം. അപ്പം അങ്ങനത്തെ ഒരു അടിപൊളി റിസോർട്ടാന്ന് പറയാം. അങ്ങനെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കാണാം. പഴം പുഴുങ്ങിയത്, അതുപോലെ ബട്ടർ, ബ്രെഡ്, ജാമ്, പൈനാപ്പിള്, തണ്ണിമത്തൻ, അങ്ങനത്തെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ലെവല്. അപ്പോൾ നമുക്ക് നല്ല ചൂടുള്ള സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കട്ടെ എന്താ ഫുഡ് നോക്കട്ടെ. അപ്പോൾ കടലക്കറീന്, അപ്പോൾ അത് കടലക്കറീൻ്റെ നല്ല ചൂട് ആവി പറക്കണത്. അതുപോലെ പുട്ടുണ്ട്. അതുപോലെ അടുത്തത് നമുക്ക് ഇഡലി കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയാന്ന് പറയാം. നമുക്ക് എല്ലാ ഫുഡും ഒന്നിനൊന്നിനും മെച്ചം. അപ്പോൾ ഇവിടെ നമുക്ക് ബുൾസൈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ എല്ലാ ഫുഡുകളും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടാണ് നമുക്ക് അവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ കാലത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ചാണെങ്കിലും അതുപോലെ ഡിന്നർ ആണെങ്കിലും എല്ലാ ഐറ്റംസുകളും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് അവർ സെർവ് ചെയ്യും. ഈ റിസോർട്ടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൗണ്ടൻ വ്യൂവിനോട് ചേർന്നിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുള്ള നമുക്കൊരു വലിയൊരു സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒത്തിരി പേര് ഇറങ്ങിയിട്ടും അതിൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം കൊണ്ടും നമുക്ക് അടിച്ചു പൊളിക്കാം. അതായത് ചുറ്റും വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ചുറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല മരങ്ങളും, അതിനപ്പുറത്തൊരു സൈഡിൽ മലയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂള്. അങ്ങനെ ഉച്ചയ്ക്കുള്ളൊരു ലഞ്ചിന് നമ്മൾ കാണുന്ന അപ്പോൾ നല്ലൊരു അടിപൊളി ഊണ്, ചിക്കൻ 65, പപ്പടം, ഫിഷ് ഫ്രൈ, കാളൻ, അച്ചാറ്,
അതുപോലെ പായസം എല്ലാതും ഉൾപ്പെടെ. അപ്പോൾ എല്ലാതും അൺലിമിറ്റഡ് ഉണ്ട്. ഫിഷ് ഫ്രൈ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫുഡും കാര്യങ്ങളാണ് ഉച്ചയ്ക്ക് അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. ഇത് റിസോർട്ടിന്റെ ഒരു ചുറ്റിലും ഉള്ളൊരു കാഴ്ചയാണ് കേട്ടോ. വലിയൊരു മലയാണ് തൊട്ട് മുകളിലുള്ളത്. അതായത് കോഴിമല എന്നൊരു പേരിൽ അറിയപ്പെടുന്ന ഒരു മലയാണെന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് അതിന് മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയോട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ടൈം ആയതുകൊണ്ട് സൺസെറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതിന് മുകളിലേക്ക് ഞാൻ ഒന്ന് കയറുന്നുണ്ട്. അതിന് മുകളിലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പാറക്കെട്ടിന്റെ മുകളിൽ കയറി അതിന് മുകളിലത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വ്യൂ ആണ്. അതായത് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്തതിനേക്കാൾ അപ്പുറം അടിപൊളി വ്യൂ ഉള്ളൊരു സ്ഥലം കൂടിയുണ്ട് കേട്ടോ. കാരണം എൻ്റെ പുറകുവശമൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അടിപൊളി വ്യൂ ആണ്. ഒരു സൈഡ് ഇലവിഴ പൂഞ്ചെറിയും, ഒരു സൈഡിൽ ഈരാറ്റുപേട്ടാർ ഒരു സൈഡാണെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത്. അപ്പം അങ്ങനത്തെ ഒരു അടിപൊളി മലയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈവനിങ്ങിൽ ഞാൻ സൺസെറ്റ് ഒന്ന് കയറാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ വ്യൂ കണ്ട് നമ്മുടെ തന്നെ ബോധം പോയി. അങ്ങനത്തെ ഒരു അടിപൊളി സ്പേസും കൂടി ഉണ്ട് ഈ റിസോർട്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് നടന്ന് കയറാവുന്ന രീതിയിലുള്ളതാണ്. അടിപൊളി ഒരു പ്ലേസും കൂടിയാണ് കേട്ടോ. ഇത് കൂടാതെ നൈറ്റ് വൈബ് അടിച്ചു പൊളിക്കാനായിട്ട് ക്യാമ്പ് ഫയറും DJയും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം കൊണ്ടും നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ല ആംബിയൻസ് ഉള്ള ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ നമുക്ക് അവർ വൈകിട്ട് ഒരുക്കി തരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്കിവിടെ അടിപൊളി തന്നെയെന്ന് പറയാം. അങ്ങനെ വൈകിട്ട് നമുക്ക് ഡിന്നറിന് ഗീ റൈസും ചിക്കനും അതുപോലെ ബീഫും പൊറോട്ടയും പിന്നെ സലാഡും കാര്യങ്ങളും എല്ലാതും കൂടിയിട്ട് അടിപൊളി ഭക്ഷണം തന്നെയായിരുന്നു നമുക്ക് ക്യാമ്പ് ഫയറിന് ശേഷം അവർ നമുക്ക് തന്നത്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഈ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭക്ഷണം കാര്യങ്ങളാണ് കേട്ടോ. എല്ലാം കൊണ്ടും നമുക്ക് നല്ല രീതിയിൽ അവരെല്ലാതും പര്യവസാനിപ്പിച്ചു എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ കാലത്തെ ഭക്ഷണമാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടത്തെ ഭക്ഷണമാണെങ്കിലും എല്ലാതും നല്ല രീതിയിലാണ് അവർ നമുക്ക് സർവ് ചെയ്തത്. ചേച്ചി, ഇതിൽ ബെൽഫാംസ് എന്നുള്ള പേര് രൂപപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുമോ? ബെല്ലടിച്ചാൽ ഉടനെ ഞങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഉടനെ തന്നെ ഞങ്ങൾ അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മള് ബെല്ലടിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ ആളെത്തും. അതുകൊണ്ടാണ് ഈ റിസോർട്ടിനെ ബെൽഫാംസ് എന്ന് വിളിക്കുന്നത്. ഫാമിലി ആണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും അടിച്ചു പൊളിക്കാം. അപ്പോൾ വാഗമണിൽ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരു ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ ഈ ഫാമിലിയിൽ ഇതാണ് ഈ വാഗമണിലെ റിസോർട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവിധ സഹകരണങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ഫാമിലിയാണ്. പിന്നെ ചേച്ചീനെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മൾ ഹോട്ടൽ ഫുഡല്ല, ഹോംലി ഫുഡാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ അതിൽ നമുക്ക് അതിയായ ഒരു കൃതജ്ഞത നമ്മളൊരു രേഖപ്പെടുത്തേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവരെ പരിചയപ്പെടുത്തിയത്. ഓക്കെ, അങ്ങനെ ഇതിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാലേ ഞങ്ങൾക്ക് കോംപ്ലിമെന്റ് ആയിട്ട് ഒരു പട്ടിക്കുട്ടീനെ തന്നിരിക്കുന്നു. ഞങ്ങളുടെ ഒരാളുടെ അഭ്യർത്ഥന പ്രകാരം ഒരു പട്ടിക്കുട്ടി, അതാണ് ഇതിലെ ഹൈലൈറ്റ്. അങ്ങനെ ഒരുപാട് വേദനയോട് കൂടിയിട്ട് ഞങ്ങൾ ഈ റിസോർട്ടിൽ നിന്ന് പിൻവാങ്ങുകയാണ് നമ്മുടെ ചേച്ചിയെ. അപ്പൊ എല്ലാവരോടും നമ്മൾ യാത്ര പറയാണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. അപ്പൊ ഞങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് ഇവിടുന്ന് പോവുകയാണ്. നമ്മുടെ യാത്രാമൊഴികൾ. ഓക്കെ ഗൈസ്, ഓക്കെ. റൊണാൾഡോ അടിപൊളി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഫോൺ നമ്പർ ആണെങ്കിലും അതിൻ്റെ റേറ്റും കാര്യങ്ങളും അല്ലാതെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.